സല്ലല്ലാഹു അലൈഹി വസല്ലം കാട്ടി തന്നത്. ബഹുമാനപ്പെട്ട അത്താവ് റളിയല്ലാഹു അൻഹു ചൊല്ലു, നാനും ഉബൈദ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആയിഷ ബിവിയുടെ എന്നിട്ട് നിങ്ങൾ കേട്ട അഖ്ബീന ബിഅജബിൻ മാ റഅയ്തു മിൻ റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കണ്ട അത്ഭുതങ്ങൾ നിങ്ങൾക്കൊന്ന് അറിയിച്ചു തരുമെന്ന് കേൾക്കുമ്പോൾ ഫബക്കത്ത് ആയിഷ ഉമ്മ ഉൾപ്പെട്ടു. എന്നിട്ട് ഞങ്ങളുടെ കേക്കിട് അയ്യു ശഅനുഹു ലം യകുൻ അജബൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതമല്ലാത്തൊരു കാര്യം ഏതാണ് മുത്തുനബി തങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതമല്ലാത്ത കാര്യം? എന്നിട്ട് ഞങ്ങളുടെ ചൊല്ലു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ മുട്ട വന്ന് കിടക്കിടും. എന്നിട്ട് തൻ്റെ കേക്കിട് ആയിഷ നിന്റെ സമ്മതം എന്നെങ്കിൽ അത്തഅബ്ദുൽ റബ്ബി, എൻ്റെ റബ്ബുക്ക് ഞാൻ ഇബാദത്തെടുക്കിട എൻ്റെ കേൾക്കുമ്പോൾ ഞാൻ റസൂലല്ലാഹ് നബിയെ തങ്ങ എൻ്റെ മുട്ട കിടക്കിടതായിട്ട് കിടന്നൊക്കെ ഏറ്റവും ഇഷ്ടം, പക്ഷേ തങ്ങൾ ആഗ്രഹത്തെ നാ തടയില്ല നബിയെ, തങ്ങ ഇബാദത്തെടുക്കുന്നുണ്ട് ചൊല്ലുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ഉളു എടുക്കിട്, എന്നിട്ട് നിസ്കാരത്തിൽ നിൽക്കിട്, എന്നിട്ട് ഉൾപ്പിട്ട് എവിടുത്തോലുണ്ട് ചൊന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ണെടുത്ത് തന്നെ നെഞ്ഞിലൂടെ ഒഴുകിയോണ്ടിട്ട്, എന്നിട്ട് റുക്കൂ പോയിട്ട് അവിടെയും ഉൾപ്പിട്ട്, പിന്നെ സുജൂദ് കൊണ്ട് അവിടെയും ഉൾപ്പിട്ട്, ഇങ്ങനെ സുബഹി ബാങ്ക് കൊടുക്കുന്നിടത്തോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉൾപ്പിട്ടുകൊണ്ട് നിസ്കരിച്ചുകൊണ്ടിട്ട്, അവസാനം ഞാൻ പോയിട്ട് കേട്ട നബിയെ തങ്ങ എന്തികാ ഇങ്ങനെയും ഉൾപ്പിട്ടത്? നാളെ സ്വർഗം ഉദ്ഘാടനം ചെയ്ത തങ്ങളല്ലേ നബിയെ, സ്വർഗം തങ്ങളെ കയ്യിലല്ലേ നബിയെ, പിന്നെ എന്തികാ നബിയെ ഇങ്ങനെയും ഉൾപ്പിട്ട് കേൾക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലു, ഫലാ അകൂന അബ്ദൻ ശകൂറ, ഞാനൊരു നന്ദിയുള്ള അടിമയാവണ്ടേ ആയിഷ, അള്ളാഹു നമുക്ക് ഇത്രയെല്ലാം അനുഗ്രഹങ്ങളെ ചെയ്തു തന്നിട്ട് ഞാനൊരു നല്ല നന്ദിയുള്ള അടിമയാവണ്ടേ? അതായിട്ട് ഇവിടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പടി പാഠ്യം ഖുർആൻ ഞങ്ങളെ ഓർമ്മപ്പെടുത്തിയോണ്ടുണ്ട്. ലൈൻ ശകർത്തും ലഅസീദന്നകും, നിങ്ങൾ എങ്കാലും നക്ക് ശുക്ർ ചെയ്തിട്ടുണ്ടായെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ജാസ്തിയാക്കി തണ്ടേ. അതല്ലേ ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ഇമാം ചൊന്നത്, എനിക്ക് ഇത്രയും ഇൽമ് കിട്ടുകയുള്ള കാരണം ഞാൻ ഓരോ ഇൽമ പഠിച്ച് തീരുമ്പോൾ അൽഹംദുലില്ലാഹ് ചൊന്നുകൊണ്ടിരുന്നേ, അള്ളാഹുക്ക് ഞാൻ ശുക്ർ ചെയ്തുകൊണ്ടിരുന്നേ, അതുകൊണ്ടായിട്ട് കിടന്നക്ക് ഇത്രയും ഇൽമ കിട്ടിയതുണ്ട്. ഹനഫി മദ്ഹബിയുടെ ഇമാമായ ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ഇമാം ചൊല്ലതായിട്ട് കിതാബുലെല്ലാം നമുക്ക് കാണുക സാധിക്കും. പിന്നെയും ഖുർആൻ ഞങ്ങളെ ഓർമ്മപ്പെടുത്തരുത്, വലയിൻ കഫർതും